ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഒരു പെയിൻറ്റിംഗ് ആണ്. നമ്മളെ ബാത്ത് സ്പഞ്ചും അതേപോലെ നമ്മളെ ബഡ്സും വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ക്യാൻവാസാണ് വേണ്ടത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്യാൻവാസാണ്. ഞാൻ എങ്ങനെ ക്യാൻവാസ് ഉണ്ടാക്കുന്നതെന്ന് ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ ആവാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് അക്രലിക് പെയിൻറ്റ് വേണം, ബ്രഷ് വേണം, പെൻസിൽ വേണം, ബാത്ത് സ്പഞ്ച് വേണം, അതുപോലെ ബഡ്സ് വേണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ വരക്കണമെങ്കിൽ വരക്കാം കേട്ടോ. ഞാനിപ്പോൾ വരക്കുന്നില്ല, ഞാൻ നേരിട്ട് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മരം വരച്ച് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരച്ചിട്ട് ചെയ്യാം, അല്ല നേരിട്ട് ബ്രഷ് ആയിട്ട് ചെയ്യാം. ഞാൻ നേരിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് യൂസ് ചെയ്ത കളറ് ബ്രൗൺ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുന്ന കളറ് യൂസ് ചെയ്യാം. മരച്ചില്ലകളൊക്കെ വരച്ചതിന് ശേഷം ബാത്ത് സ്പഞ്ച് എടുത്തിട്ട് കുറച്ച് റെഡ് കളറിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിൽ വരും അവിടെ. അതിങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക റൗണ്ടിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബഡ്സ് എടുത്തിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ നല്ല ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് നെക്സ്റ്റ് പെയിൻറ്റിങ്. അതിനായിട്ട് നമുക്ക് വൈറ്റ് പെയിൻ്റ് ആവശ്യമുണ്ട്, റെഡ് പെയിൻ്റ് ആവശ്യമുണ്ട്. ആദ്യം റെഡ് പെയിൻ്റ് ഇട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്ത് ഒരു പിങ്കിഷ് കളറാക്കിയിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റെഡും കൂടെ മിക്സ് ചെയ്ത് ഒരു പിങ്കിഷ് കളറായിട്ട് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. അത് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടെടുക്കുക. മരത്തിൻ്റെ പൂക്കൾ നിൽക്കുന്ന രീതിയിൽ അത് ടാബ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ അടിയിൽ ഇതിൻ്റെ ലീഫുകളും പൂക്കളൊക്കെ കൊഴിഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് അടിയിൽ ഈ ബഡ്സ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. മരത്തിൽ ചെറുതായിട്ട്
ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട്. ആ ഒരു നല്ല മരത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ജസ്റ്റ് ബോർഡറിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട് ആണ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മരത്തിൻ്റെ താഴെയായിട്ട് ഒരു കപ്പിൾസിൻ്റെ ചിത്രം ഞാൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരാണ് പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പിക്കാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വരച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ബാക്ക്ഗ്രൗണ്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇടവഴി പോലെ. ഈ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.